മുൻ എംഎൽഎ എൽദോ എബ്രഹാം തൃക്കളത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 5-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഇത്തവണ LDF മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും വലിയ ഭൂരിപക്ഷത്തോടെ LDF സംസ്ഥാനത്ത് അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ എംഎൽഎ എൽദോ എബ്രഹാം തൃക്കളത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 5-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. മൂവാറ്റുപുഴയിൽ ഇത്തവണ LDFന് മികച്ച വിജയമുണ്ടാകുമെന്നും അരുൺ വലിയ ഭൂരിപക്ഷത്തിൽ മൂവാറ്റുപുഴയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമുള്ള അംഗീകാരമായി കേരളത്തിലെ വോട്ടർമാർ ഒരിക്കൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മൂന്നാമതൊരു ഗവൺമെൻറ് വരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. വോട്ടർമാരെല്ലാം ആ നിലയ്ക്ക് തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, മൂവാറ്റുപുഴ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ നാട് മൂവാറ്റുപുഴ പിറകിലേക്ക് പോയി. നഷ്ടപ്പെട്ട മൂവാറ്റുപുഴ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട മൂവാറ്റുപുഴ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വളരെ അഭിമാനപൂർവ്വം അവതരിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി സഖാവ് N അരുണിലൂടെ ഈ മൂവാറ്റുപുഴ തിരിച്ചുപിടിക്കും. വലിയ ഭൂരിപക്ഷത്തോടുകൂടി വൻ ഭൂരിപക്ഷത്തോടുകൂടി ഈ മൂവാറ്റുപുഴ തിരികെ ഇടതുപക്ഷത്തിന് അരികിലേക്ക് എത്തും. സഖാവ് N അരുണിലൂടെ തിരിച്ചുപിടിക്കും എന്നുള്ളതിൽ തർക്കമില്ല. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് വീണ്ടും LDFനെ അധികാരത്തിലെത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാനിയ മൊബൈൽസ് PO ജംഗ്ഷൻ മൂവാറ്റുപുഴ.